ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ സദ്യ കൊണ്ടാണ് പോണത്. അപ്പോൾ അവിടെ ഉത്സവമാണ്. അപ്പോൾ റോഡും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഈ റോഡ് അലങ്കരിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് ഇവിടെ അന്നദാനം കഴിക്കണം. അപ്പോൾ എൻ്റെ അനിയ ഇവിടെ അന്നദാനം തീർന്നു പറഞ്ഞ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനായിട്ട് അടിയിലെ വക്കുവരെ എത്തിയാണ്. പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് അകത്തേക്ക് സദ്യ കൊണ്ടാൻ പോവുകയാണ്. അപ്പോൾ ഇവന് ചോറെന്ന് പറഞ്ഞ് ഇവന് പ്രിയാന്താണ്. അപ്പോൾ ഇവനെ വിളിച്ച് നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, ആൾക്കാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് എടുത്ത് അവിടെ പോയി വാങ്ങിക്കണം. അപ്പോൾ പ്ലേറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. നൻപൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാവുന്ന എല്ലാ ചേട്ടന്മാരോട് വിളമ്പാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കണം. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അവരെന്നെ ഞെട്ടി നിൽക്കുകയാണ്. എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മളിതാ കൂട്ടുകറികളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ലാസ്റ്റ് അവിയൽ വിളമ്പാൻ പോവുകയാണ്. ഇനി അവിയൽ വാങ്ങി അപ്പുറത്ത് പോയി ചോറ് വാങ്ങിക്കണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ 2 പ്ലേറ്റ് കഴിക്കണമെന്നില്ല. ഒന്ന് നെൻപനാണ്. നെൻപൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നെൻപനോട് ചോറ് വാങ്ങിയത്. ഇനി അവിടെ നിന്ന് ഇനി പരിപ്പ് കറിയും സാമ്പാറും ഒഴിക്കണം. അത് പുള്ളി ഒഴിക്കുകയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തുനിന്ന് പപ്പടവും വാങ്ങി നേരെ അവിടെ പോയി ഇനി സദ്യ കഴിക്കണം. അപ്പം നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങളും പോയി കഴിച്ചിട്ടുണ്ടോ എന്താണെന്നുള്ള കാര്യം ഒന്ന് പറയണം. അപ്പോൾ കുറേ കാലമായി ഇങ്ങനെ അന്നദാനത്തിനൊക്കെ പോയി കഴിച്ചിട്ട്. പിന്നെ ഇന്ന് അങ്ങനെ ഒരു ഇത് നോക്കി പോയാണ്. അപ്പോൾ പോയ വഴിക്ക് നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരം കാണാനുള്ള ഒരു ചേച്ചിയുണ്ട്. നമ്മളെ വീഡിയോ ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം അത് ഇതെങ്ങനെയും കഴിക്കണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ആ കലിപ്പ എന്ന പയ്യനുണ്ട്, അവനും ചോറ് കിട്ടി. ഇനി ഞാൻ കഴിച്ചു നോക്കാം. കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉഗ്രം ഫുഡാണ്. സാധാരണ വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് പോലും എടുത്ത് മാറ്റാതെ ഇവിടെ വന്ന് പ്ലേറ്റിൽ ഇച്ചിരി കളഞ്ഞ് ഇനി പ്ലേറ്റ് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ട് വയ്ക്കണം. വീട്ടിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്ത് തള്ളക്കി വിളിക്കും. കാരണം ഇത് വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് എടുക്കത്തേ ഇല്ല അവിടെ നിന്ന്. ഇപ്പം ആ പ്ലേറ്റ് അവിടെ കഴിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ നല്ല ചൂട് പാൽപ്പായസം ഉണ്ട്. പിന്നെ പായസം ഒരു 4-5 ഗ്ലാസ് കുടിച്ചായിരുന്നു. അതിന് ശേഷം വീഡിയോ എടുക്കുന്നത്. ഇനി തൽക്കാലം ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കുടിക്കുന്നതായിട്ട് ഡെമോ കാണിക്കുന്നത്. ഒരു 4-5 ഗ്ലാസ് ഞാൻ നന്മയോടെ കുടിച്ചായിരുന്നു. ഇനി പായസം കുടിച്ച് ഇവിടെ നിന്ന് അടുത്ത് ഇറങ്ങിയിട്ട് അടുത്ത് എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയാണ് നമ്മൾ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പായസം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ അമ്പലമൊക്കെ കണ്ട് ഇറങ്ങി. ഈ അമ്പലത്തിന് സൈഡിൽ തന്നെ ഒരു ഉഗ്രം കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഒന്ന് മുന്നേ കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വരക്കില്ല. പിന്നെ ആ ഗ്രൗണ്ടിൽ വന്ന് ഈ കഴിച്ചതൊക്കെ നെല്ലിൻ്റെ ഇടയിൽ കയറി അതിനെ ഒന്ന് ദയിപ്പിക്കേണ്ട ശ്രമത്തിലാണ്. അടുത്ത നമ്മളെ പയ്യൻ ബോൾ അറിയാന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിന് വേണ്ടി വരെയാണ്. നൻപതാ ഓടിക്കൊണ്ടെന്ന് പറഞ്ഞ് അടിച്ച് വളയെ കളഞ്ഞിട്ടുണ്ട് ബോള്. ഒരെണ്ണം എറി അല്ലാതെയും കിട്ടി. എന്നാലും കുഴപ്പമില്ല. ഞായറാഴ്ച 2 എറി വാങ്ങിക്കാന്ന് വിചാരിച്ച് നൻപൻ അതാ ഓടിക്കൊണ്ടെന്ന് അടുത്തൊരു ഫുട്ടോസ് ബോൾ എറിയാണ്. അതും അടിച്ച് വിളയെ കളഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മളെ പയ്യൻ ബോളിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. അവൻ എറിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവനൊരു അവസരം കൊടുത്ത് അതും ഞാൻ അടിച്ച് വിളയെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.